ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു AK ട്രാവൽ ലോഗ്. എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. അപ്പോൾ രാവിലെ 6 മണി ഉറങ്ങിക്കിടന്നപ്പോൾ നമ്മളൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എന്നതുപോലെ ഒരു 7-7:30 ആകുമ്പോൾ എയർപോർട്ട് വരണം, ഒരു ഗസ്റ്റ് പിക്കപ്പ് ഉണ്ട്. അപ്പോൾ അവന് പറ്റൂല എന്നാണ് പറഞ്ഞത്. അവന് പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ അവന് ഇന്നലെ നൈറ്റ് ഓട്ടം ഉണ്ടായിരുന്നു, അപ്പോൾ ഉറക്കം ശരിയാവില്ല. അപ്പോൾ ഒന്ന് വന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവല്ലയിലാണ് ആക്കേണ്ടത്. നമ്മളിപ്പോൾ കൊട്ടാരക്കര എത്തി. CNG പമ്പിൽ കയറി CNG ഫില്ല് ചെയ്തു. കസ്റ്റമർ വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി കോട്ടയം തിരുവല്ലയിലുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ CNG അടിച്ചിട്ട് കസ്റ്റമറിനെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹോട്ടലിൽ നിർത്തി. ഇവിടെ നല്ലൊരു അന്തരീക്ഷം. ഫുഡൊക്കെ കഴിച്ചു. അതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. കസ്റ്റമർ വരുന്നു, നമുക്ക് എന്തായാലും പോയിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മുടെ ചാത്തങ്കിരി ഭാഗത്തായിരുന്നു നമുക്ക് സാധനം ഡ്രോപ്പ് ചെയ്യേണ്ടത്. ഡ്രോപ്പൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ സാറിൻ്റെ ഒരു ഫ്രണ്ട് നമ്മളോടൊപ്പം ഉണ്ട്. പുള്ളി നമ്മളൊരു സബ്സ്ക്രൈബറാണ്. പുള്ളിയെ ചെങ്ങന്നൂരോ പന്തളത്തോ എവിടെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കൂടെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ലൊരു മഴ പെയ്തു. അങ്ങനെ പുള്ളിയും കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ടുള്ള വിശേഷങ്ങളും നമുക്ക് വീഡിയോയിൽ പങ്കുവയ്ക്കും. ഇപ്പം നമ്മൾ കാവുംഭാഗം എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകണം. ലൊക്കേഷൻ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് ജംഗ്ഷൻ. തിരുവല്ല മാർക്കറ്റ് ജംഗ്ഷൻ എത്തി. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട്. അതാ ഈ റൈറ്റ് സൈഡുള്ളൊരു ചർച്ചാണ്. പ്രത്യേക രീതിയിലുള്ള പണിയാണ്. പ്രത്യേക രീതിയിലുള്ള അമ്പലത്തിന്റെ കൂടാരം പോലെ ചെയ്തു വെച്ചിരിക്കുകയാണ്. നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല, കാരണം റോഡ് ബ്ലോക്കാണ്. കച്ചേരിപ്പടി ജംഗ്ഷനായി. ഇനി ഒരു 400 മീറ്ററോടെ കഴിഞ്ഞാൽ റൈറ്റിലോട്ടാണ് തിരിയേണ്ടത്. ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ, അപ്പുറത്തെ ഉള്ളോട്ട് കയറാനായിട്ട്. ഇതാണോ? ഈ റോഡ് ഇത് വൺ വേ ആണോ? വൺ വേ. ശരി. പോകാൻ പറ്റില്ല. സോറി, അത് വൺ വേ ആണ്. അതിന് പോകാൻ പറ്റൂലെന്നാണ് പറയുന്നത് പലരും. അപ്പോൾ നമുക്ക് മെയിൻ റോഡ് വഴി തന്നെ പോകാം. വൺ വേ ആണെന്നുള്ളത് എനിക്കും അറിയത്തില്ല. അത് ഞാൻ വന്നത് അതുവഴിയാണ് വന്നേ. ഇതുവഴിയാ വന്നത്. പുള്ളി പറഞ്ഞു വൺ വേ ആണ്, പക്ഷേ വൺ വേ ആയിരുന്നിട്ടും ചില ബൈക്ക് ഈ സൈഡിലോട്ടുള്ളൂ, അങ്ങോട്ടില്ല. അതെ, അല്ല, ചില ബൈക്കും കാറും അങ്ങോട്ട് കയറി പോയി. വൈ നോട്ട് എന്നൊരു ബൊട്ടിക് ഷോപ്പാണ് ലെഫ്റ്റ് സൈഡ്. തിരുവല്ല ജംഗ്ഷൻ അല്ലേ? തിരുവല്ല ക്രോസ് ജംഗ്ഷൻ.
മുട്ടിൽ സിൽക്സ്. ഇനി ഒരു 300 മീറ്ററോടെ ചെന്നിട്ട് റൈറ്റിലേക്കാണ്. NH 183 നമുക്ക് കയറേണ്ടത്, വലത്തോട്ട്. ഇത് ടൗൺ ടച്ച് ചെയ്യാതെയുള്ള ബൈപ്പാസ്. അങ്കമാലി ഇടത്തോട്ട്, തിരുവനന്തപുരം വലത്തോട്ട്, ചെങ്ങന്നൂർ റൈറ്റ്, കോട്ടയം ലെഫ്റ്റ്, നമുക്ക് വലത്തോട്ട്. സിഗ്നലായി നമുക്ക് പോവാം. നല്ല സൈഡിലെല്ലാം നല്ല പൂവും ഇലയൊക്കെ കൊണ്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ നട്ടു വച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല മഴ പെയ്തിട്ടുണ്ട്. കുറ്റൂരോ. അപ്പൊ നമ്മുടെ പഴയ സിനിമാ നടൻ MG സോമൻ സാറിന്റെ വീട് ഇപ്പൊ കഴിഞ്ഞായിരുന്നു, ഇടേ സൈഡായിരുന്നു. മണിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കുറ്റൂര്. അപ്പോൾ അത് പുള്ളിയുടെ വീടൊക്കെ കണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ പുള്ളിയുടെ മോൻ പായസം, അതിൻ്റെ ചെറിയൊരു ബിസിനസ്സാണ്. അങ്ങനെ ഇവിടെ ചെറുതായിട്ട് പിന്നെയും മഴ തുടങ്ങി. നമ്മൾ ആറാട്ടുകടവ് പാലം കയറിയിരിക്കുകയാണ്. അപ്പുറത്താണ് പഴയ പാലം അല്ലേ? അതെ. ഈ സ്ഥലത്തിന് പ്രാവിൻകൂട്. ഇവിടെ ഒരു പ്രാവിന്റെ കൂടുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതിപ്പം ആരോ ഒരാള് അത് വിപുലീകരിച്ചത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി കാണാത്തത്. റൈറ്റ് സൈഡ് കണ്ടതേ, പ്രാവിൻകൂട്. അങ്ങനെയാണ് അതിന് പ്രാവിൻകൂട് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആ കാണുന്നതാണ് പ്രാവിൻകൂട്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരാൾ ഇതിനെ ഒന്ന് എന്താ പറയുക പണിയൊക്കെ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പ് ആക്കി വെച്ചു. കോൺക്രീറ്റ് ഒക്കെ ചെയ്തു, അത് ഓടൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ പ്രാവിൻകൂട്. അതെ, അതെ, പണ്ട് തൊട്ടേ ഉള്ള ഒരു കൂടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ സ്ഥലത്തിന് പ്രാവിൻകൂടെന്ന് സ്ഥലം കിട്ടിയത്, പേര് കിട്ടിയത്. എന്തായാലും അത് കൊള്ളാം. ഇവിടെ നിന്ന് റൈറ്റ് പോകുമ്പോഴാണ് ഡോക്ടർ KMC ഹോസ്പിറ്റൽ. ഇപ്പോൾ നമ്മളിവിടെ കല്ലിശ്ശേരി ജംഗ്ഷൻ എത്തി. മെയിൻ ടൗൺ ആണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗൺ ആണ് കല്ലിശ്ശേരി. NH 183 കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേ 183. ഇവിടെയും ചെറിയ രീതിയിൽ മഴയുണ്ട്. ഇതും ഒരു പാലമാണ്.
താഴെക്കൂടെ പമ്പ ഒഴുകയാണ് താഴെക്കൂടെ. ചെങ്ങന്നൂര് നേരെ മുണ്ടൻകാവ്. ഈ സ്ഥലത്തിനെ മുണ്ടൻകാവ് എന്നാ പറയുന്നത്. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോവാണ്. ഇല്ലിമല പാലം, താഴെക്കൂടെ ഇല്ലിമല തോട്. നല്ല സ്ഥലം പേര് ഇല്ലിമല. മുകളിൽ കൂടെ റെയിൽവേ ഓവർബ്രിഡ്ജ്. ഇവിടുന്ന് ലെഫ്റ്റാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ചെങ്ങന്നൂർ എത്തിയിരിക്കുകയാണ്. ചെങ്ങന്നൂർ ജംഗ്ഷൻ. ഇതും അത്യാവശ്യം വലിയൊരു ടൗണാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് വന്നപ്പോൾ ചെങ്ങന്നൂർ അല്പസമയം ബ്ലോക്ക് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നേരെ മാവേലിക്കര വലത്തോട്ട്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ട്രാഫിക് ലൈറ്റിന്റെ ബ്ലോക്കാണെന്ന് തോന്നുന്നു. അടൂര് നേരെ പന്തള ക്ഷേത്രം, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വലത്തോട്ട്, കൊട്ടാരക്കര നേരെ, ശബരിമല ലെഫ്റ്റ്, മാവേലിക്കര റൈറ്റ്. ശബരിമലയുടെ ആൾക്കാർ വന്നു പോകുന്ന ഒരു മെയിൻ റെയിൽവേ അല്ലേ? അതെ അതെ. റെയിൽവേ അവിടുന്ന് ഡയറക്റ്റ് ശബരിമല ബസ്സുണ്ട്. അതാണ് സീസണാണ്. KSRTCയുടെ സ്റ്റാൻഡ് ഇവിടെയാണ്. എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ഇറങ്ങി പോകാൻ എളുപ്പമാണ് അവർക്ക്. അതെ അതെ അതെ. ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ബസ്സുണ്ട്. ഇടിച്ച് പഞ്ചറായല്ലോ വണ്ടി. അതെ. ഭീമ സ്വീറ്റ്സ് അതിൻ്റെ വണ്ടിയാണ്, അവരുടെ വണ്ടിയാണ്. ഞാനിവിടെ ഇറങ്ങുകയാണ്. കുറച്ച് ബെസ്റ്റ് KSRTC സ്റ്റാൻഡ്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അതിൻ്റെ സൈഡിൽ നിർത്തിയാണ്. ഞാനത് നേരത്തെ ഓർത്തില്ല. നമുക്ക് നമ്മുടെ MG സോമൻ്റെ അവിടെ നിന്ന് ഒരു പായസം കഴിക്കായിരുന്നു. പക്ഷെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഞാനത് ഓക്കെ. പേരെങ്ങനെ? കിരൺ. നമ്മളെ സണ്ണി എണ്ണ ഇറങ്ങിയാണ് ഇവിടെ. ശരി ശരി ഓക്കെ ഓക്കെ ശരി. അപ്പോൾ നമ്മുടെ സണ്ണി ചേട്ടനെ ചെങ്ങന്നൂർ ഇറക്കി. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇറക്കിയത്. ഇവിടെ ഈ ജംഗ്ഷനെ ചെങ്ങന്നൂർ ബദേൽ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ചെങ്ങന്നൂർ ബദേൽ ജംഗ്ഷൻ. എല്ലാം ക്രിസ്ത്യൻ നെയിം. കൊള്ളാം. ബദേൽ ജംഗ്ഷൻ. ഇവിടെ എന്തായാലും ട്രാഫിക് ലൈറ്റ് ഇല്ല. പോലീസുകാരിൽ നിന്നാണ്
റോഡ് നിയന്ത്രിക്കുന്നത് ട്രാഫിക് ലൈറ്റ് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിവിടെ നിന്ന് റൈറ്റിലേക്ക് കറങ്ങി പോകണം. അപ്പോൾ നമുക്ക് സിഗ്നലായി, നമുക്ക് പോവാം. അത്യാവശ്യം വലിയൊരു ടൗണാണ് ചെങ്ങന്നൂർ. ഇഷ്ടം പോലെ കടകൾ. തീരുന്നില്ല ജംഗ്ഷൻ്റെ ഇങ്ങറ്റം. ഒരറ്റം കയറി കുറേ ഇങ്ങായി, എന്നിട്ടും ജംഗ്ഷൻ തീരുന്നില്ല. ഇത്രയ്ക്ക് വലിയൊരു ജംഗ്ഷനാണ് ചെങ്ങന്നൂർ ജംഗ്ഷൻ. അത് അടൂര് പോകുന്ന ബസ്സാണ്, KSRTC ലോക്കൽ ബസ്. മാമ്പഴം 8 കിലോ 100 രൂപ. കൊട്ടാരക്കര നേരെ കിടങ്ങന്നൂർ ലെഫ്റ്റിലേക്ക്. ഇത് ITA ജംഗ്ഷൻ. ഈ ജംഗ്ഷന് ITA ജംഗ്ഷൻ എന്നാ പറയുന്നത്. കിടങ്ങന്നൂർ. ഈ സ്ഥലത്തിന് ആഞ്ഞിലിമൂട് എന്നാണ് പറയുന്നത്. ആഞ്ഞിലിമൂട്. നമുക്ക് പോവേണ്ടത് ലെഫ്റ്റ്, നേരെ വലത്തോട്ട് പോയാൽ മാവേലിക്കര. നമുക്ക് ലെഫ്റ്റിലേക്ക് നേരെയാണ് കൊട്ടാരക്കര തിരുവനന്തപുരം. റൈറ്റിലേക്ക് അറിയാൽ മാവേലിക്കര. ഇവിടെ ഉണ്ട് KSRTC വർക്ക്ഷോപ്പ് വാൻ. KSRTC ബ്രേക്ക് ഡൗൺ ആയി. മൂന്നാറിലേക്ക് പോകുന്ന ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് പോയി. ഇനി കുറച്ച് ദൂരം റോഡ് കുഴപ്പമില്ല, വലിയ തിരക്കൊന്നും കാണത്തില്ല. ഇവിടെ എല്ലായിടവും നല്ല മഴ പെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ചെങ്ങന്നൂർ കഴിഞ്ഞിട്ടായിരിക്കും മഴ എന്ന്, പക്ഷെ അല്ല, ഇങ്ങോട്ടും നല്ല മഴ പെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിന് സെഞ്ചുറി ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. സെഞ്ചുറി അതുകൊള്ളാം ഈ ജംഗ്ഷൻ. ചെറിയ ജംഗ്ഷനാണ്, സെഞ്ചുറി ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ പുത്തൻകാവ്. ഇവിടെ ഇപ്പം ഈ കുറച്ച് നേരമായിട്ടുള്ളൂ തോന്നുന്നു ഇങ്ങോട്ട് മഴ പെയ്തിട്ട്. റോഡെല്ലാം അങ്ങനെ നല്ല നനഞ്ഞ് കിടക്കുക. ചെറുതായിട്ട് മഴ പൊടിയുന്നുമുണ്ട്. തിരുവനന്തപുരം നേരെ, കൊട്ടാരക്കര നേരെ, പന്തളം നേരെ. ഈ സ്ഥലത്തിൻ്റെ പേര് അരീക്കര. അതുകൊള്ളല്ലേ നല്ല പേര്, അരീക്കര.
ജംഗ്ഷൻ അല്ല, ചെറിയൊരു ടൗണാണ്. പള്ളിപ്പടി അടുത്ത സ്ഥലം പള്ളിപ്പടി. പാറയ്ക്കൽ. അടുത്തടുത്ത് സ്ഥലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഈ സ്ഥലത്തിന്റെ പേരാണ് പാറയ്ക്കൽ. 1 കിലോമീറ്റർ വരില്ല, അതിനു മുമ്പേ സ്ഥലങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ് സൈഡ് ചെറിയൊരു അമ്പലമുണ്ട്. ഇവിടെ ഇടത് സൈഡ് ചെറിയൊരു വാഴത്തോട്ടമാണ്. ഈ സ്ഥലത്തിന് കാരക്കാട്, നിറച്ച് കാരക്ക കാണും, അതായിരിക്കും കാരക്കാട്. കൊഴുവല്ലൂർ വലത്തോട്ട്. ഇവിടെ വലത് സൈഡ് വലിയൊരു ആൽമരമുണ്ട്, ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കാരക്കാട്. റോഡങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു, അധികം വണ്ടികളൊന്നുമില്ല. നല്ല റോഡാണ്. ലെഫ്റ്റ് സൈഡ് നയാരയിലെ ഒരു പുതിയ പെട്രോൾ പമ്പാണ്. അത് പ്രവർത്തനം തുടങ്ങിയില്ല. ചെറിയ ചെറിയ വഴിയോര കച്ചവടങ്ങളൊക്കെ കാണാം. കുലുക്കി സർബത്ത്. ഈ സ്ഥലം കണ്ടായിരുന്നോ? ഇട സൈഡ് മാന്തുക. ഈ സ്ഥലത്തിന്റെ പേരാണ് മാന്തുക. ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്ത് അതിൻ്റെ അടുത്തൊരു പയ്യൻ നിന്നിങ്ങനെ മാന്തുന്ന ഒരു ഫോട്ടോ. അത് കൊള്ളാം. അപ്പോൾ ഇതാണ് സ്ഥലം മാന്തുക. പന്തളം ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ നേരെ. വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും CNG കിട്ടുന്ന ഒരു പെട്രോൾ പമ്പാണ്. ഇടത് സൈഡ് ഇന്ത്യൻ ഓയിലിൻ്റെ. കുളനട. ഈ സ്ഥലത്തിന്റെ പേരാണ് കുളനട. ഇവിടെ വലിയൊരു ചർച്ചുണ്ട് ഇടത് സൈഡ്. പക്ഷെ അത് ചർച്ചിന്റെ വീഡിയോ എടുക്കേണ്ടതായിരുന്നു. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി പാടാം. ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. പുള്ളിയെ വിട്ട് ക്യാമറ എടുപ്പിക്കായിരുന്നു. എന്തായാലും പോട്ടെ. ഇത് അത്യാവശ്യം ഒരു വലിയ ടൗണാണ് കുളനട. നിറച്ച് കടകളും എല്ലാം ഉണ്ട്. മെഡിക്കൽ സ്റ്റോറുകൾ,
പലചരക്ക് വ്യാപാരം, വെജിറ്റബിൾ കട, ബാഗ് കട, ഷൂസ് കട, വാച്ച് കട, ഹോട്ടല്, ബേക്കറി, അങ്ങനെ എല്ലാം ഉണ്ട്. ഗിഫ്റ്റ് സെൻറ്റർ, ഫിനാൻസ്, ഫുഡ്വെയർ, കോഫി ഹൗസ്, അങ്ങനെയെല്ലാം. ഇവിടെയും ഇപ്പോഴാണെന്ന് തോന്നുന്നു മഴ പെയ്തത്. റോഡ് നല്ല നനഞ്ഞ് കിടക്കും. അങ്ങനെ കുളനട ടൗൺ കഴിഞ്ഞു. ഫ്രണ്ടിൽ നിന്നൊരു തടിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു പിക്കപ്പ്. അതിൻ്റെ ഫ്രണ്ടിലൊരു ഇന്നോവ. അതുകൊണ്ടായിരുന്നു പുള്ളി സ്ലോയിൽ പോയത്. ഇന്നോവയ്ക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം. കൊട്ടാരക്കര, പഴനി, കോട്ടയം, കോതമംഗലം, മൂന്നാർ, മറയൂർ, ഉദുമൽപേട്ട. കൊട്ടാരക്കര ബസ്സാണ്. കൊട്ടാരക്കര, ഉദുമൽപേട്ട, മൂന്നാർ, മറയൂർ വരെ പോകുന്ന ബസ്സാണ് പോകുന്നത്. അത് തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെയും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അതൊരു പാലമാണ്. ഇതിൻ്റെ താഴെക്കൂടി ഒഴുകുന്നത് പമ്പ നദി. ലെഫ്റ്റ് സൈഡ് A1 ഹോട്ടൽ, പ്യുർ വെജ്, സിറ്റി ബേക്കറി. ഹോട്ടൽ പ്രവർത്തനമില്ല, ബേക്കറി ഓപ്പൺ ആണ്. അങ്ങനെ പന്തളം എത്തി. പന്തളം എത്തിയിരിക്കുകയാണ്. അടൂര്, കൊട്ടാരക്കര, ട്രിവാൻഡ്രം നേരെ. ഇതാണ് പന്തളം. പന്തളം ടൗൺ. ഇവിടുന്ന് റൈലിലേക്ക് പോയാൽ മാവേലിക്കര. നമുക്ക് നേരെയാണ് പോകേണ്ടത്. അത്യാവശ്യം വലിയൊരു ടൗണാണ് പന്തളം. തിരുവനന്തപുരം നേരെ, മാവേലിക്കര റൈറ്റിലേക്ക്, ശബരിമല ലെഫ്റ്റിലേക്ക്. തിരുവനന്തപുരം 96 കിലോമീറ്റർ, ശബരിമല 88 കിലോമീറ്റർ. ലെഫ്റ്റിലേക്ക് നമുക്കിപ്പോൾ സിഗ്നലാണ്. ഇത് മാവോ പ്ലാവോ ആണ്. തടി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. റൈറ്റ് സൈഡ് ഒരു വലിയ ആൽമരം ഉണ്ട്. അതിനടുത്ത് തന്നെ ഒരു സരസ്വതി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇതാണ് സരസ്വതി ക്ഷേത്രം. അതിൻ്റെ അടുത്ത് വലിയൊരു ആൽമരം ഉണ്ട്. നമുക്ക് സിഗ്നലായി. നമുക്ക് നേരെ പോകാം. ബ്ലോക്കാണല്ലോ. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ഈ ബസ് നിർത്തിയത് കൊണ്ടായിരിക്കണം ബ്ലോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ കൊട്ടാരക്കര പോകുന്ന, ഉദുമൽപേട്ടയിൽ നിന്ന് കൊട്ടാരക്കര പോകുന്ന ബസ്. ഇത് ലെഫ്റ്റ് സൈഡിൽ ബസ് സ്റ്റോപ്പാണ്. NSS ഗേൾസ് ഹൈസ്കൂൾ ലെഫ്റ്റ് സൈഡ്. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി.
ലെഫ്റ്റ് സൈഡ് നിറച്ച് പാർക്കിംഗ് ആണല്ലോ. ഇടതുവശത്ത് കേരള യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്റർ. ഓ, അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്ക്. അങ്ങനെ പന്തളം ജംഗ്ഷൻ തീരാറായി. പന്തളം ജംഗ്ഷനോട് വിട പറയുന്നു. ഇവിടെ ഒരു ചർച്ചുണ്ട്. ഇട സൈഡൊക്കെ നോ പാർക്കിംഗ് ആണ്. വണ്ടികളൊന്നും പാർക്ക് ചെയ്തുകൂടാ. ബൈപ്പാസ് റോഡ്, സാധാരണ ബൈപ്പാസ് റോഡിലാണ് വണ്ടി. ഇവിടെയും നോ പാർക്കിംഗ് ബോർഡ്. പക്ഷെ ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പാടില്ലെന്നാണ്. രണ്ട് സൈഡും കാണാൻ കൊള്ളാം. പച്ചപ്പ് നിറഞ്ഞങ്ങനെ നിൽക്കുക. ഇപ്പൊ നമ്മളിപ്പോ പോകുന്ന NH എന്ന് പറഞ്ഞാൽ NH 183A 183A കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇവിടെ ഇട സൈഡ് എന്തോ ചെറിയൊരു വഴിക്കച്ചവടം തുണിയാണെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു ബ്ലോക്ക്, നമുക്ക് സിഗ്നലാണ്, സിഗ്നൽ ബ്ലോക്കാണ്. നമുക്ക് പോകാനുള്ള സിഗ്നലായി. കുറച്ച് നേരമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അടുത്ത് റെഡ് സിഗ്നലായി. റൈറ്റ് സൈഡ് അൽ റാസി റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് ആണ്, തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ നിറച്ച് റെസ്റ്റോറൻ്റാണ് ഫുള്ള്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എല്ലാം ഹോട്ടലും, ഫർണിച്ചർ ലോൺ മേല, മോമോസ് ഹോട്ടൽ. ഇട സൈഡ് ഫാത്തിമാസ് ഹൈപ്പർ മാർട്ട്. ഇട സൈഡ് ഒരു വലിയ വെജിറ്റബിൾ കട. ഇട സൈഡ് അൽത്തമാർ ഡേറ്റ്സ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്. നിറച്ച് കട, വലിയ കടകളെല്ലാം. വലിയ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. അതെ, ഇത്രയും ജംഗ്ഷൻ, ഈ ജംഗ്ഷനിൽ കൂടെ ഒക്കെ വന്നിട്ട് ഈ ജംഗ്ഷൻ എത്തിയപ്പോഴാണ് നിറച്ച് ഹോട്ടലുകൾ. ഹോട്ടലിൻ്റെ മേളം. അടൂര് കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡ് ഹോട്ടൽ ധന്യ, ഹോട്ടൽ ഫിൽഫിൽ, അറേബ്യൻ കുഴിമന്തി. ലെഫ്റ്റ് സൈഡ് മൈജിയുടെ ഒരു വലിയ ഷോപ്പാണ്. കൊട്ടാരക്കര നേരെയാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ അടൂർ ടൗൺ കയറാം. ലെഫ്റ്റിലേക്ക് അടൂർ ടൗൺ. നമുക്ക് നേരെ റൈറ്റിലേക്കാണ്. ഇട സൈഡ് ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്ചു ഒക്കെ നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം നേരെ കോട്ടയം റൈറ്റിലേക്ക്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ കോട്ടയം. അതാണ് ഇപ്പം റൈറ്റിലേക്ക് തിരിഞ്ഞാൽ NH 183A. നമ്മളിപ്പോൾ വന്ന റോഡാണ്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂര്. ഇവിടുന്ന് വലത്തോട്ട് 2.5 കിലോമീറ്ററാണ്.
കിലോമീറ്ററോളം നമുക്കിത് നേരെയാണ്. വേറെ ഡീവിയേഷൻസോ അങ്ങനെയൊന്നുമില്ല. നേർവഴി. സൈഡ് ചെറിയൊരു ചർച്ചാണ്, വൈറ്റ് കളർ. സൈഡൊക്കെ ചെറിയ ഒരു ടേബിളൊക്കെ ഇട്ട് പൊതിച്ചോറ് ഒക്കെ വെക്കാൻ വെച്ചിരിക്കുകയാണ്.